അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം, ചികിത്സ, പിന്നെയും മേലോട്ട് ഒരുപാട് അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും ആവശ്യമുള്ള വസ്തു ഇല്ലാതാകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണത്തിൻ്റെയോ പാർപ്പിടത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ ചികിത്സയുടെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ഒന്നല്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് ഈ പറഞ്ഞ മേഖലയിലൊക്കെ നമ്മൾ കുറേ ഉന്നതി മനുഷ്യൻ പ്രാപിച്ചിട്ടുണ്ട്. പണ്ട് ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി ഭക്ഷണം ലഭിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ പട്ടിണിയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകളായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത് പഴയ തലമുറ കാര്യമായി വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. പുതിയ തലമുറ അങ്ങനെയല്ല, നല്ല വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ് കൂടുതലുള്ളത്. വീട്, പാർപ്പിടത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഓലച്ചീന്തുകൾ വെച്ച് കെട്ടി മറച്ച് അങ്ങനെ ജീവിക്കുന്നൊരവസ്ഥ ആണെങ്കിൽ ഇന്ന് സുരക്ഷിതത്വമുള്ള നല്ല പാർപ്പിട സൗകര്യങ്ങൾ പരമാവധി ആളുകൾക്കുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ തലമുറയേക്കാൾ അധികം പുതിയ തലമുറയിൽ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ തലമുറക്ക് ഉണ്ടായ ഒരു കാര്യം പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ചെയ്യാം. അത് നമ്മൾ എത്ര പുരോഗതി പ്രാപിക്കുമ്പോഴും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു മനസ്സംതൃപ്തി പുതിയ ആളുകൾക്ക്, പുതിയ തലമുറയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. മനസ്സംതൃപ്തി, സമാധാനം, അങ്ങനെ ജീവിക്കാൻ സാധിക്കാത്ത ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മനോരോഗങ്ങൾ കൂടിയിരിക്കുകയാണ്. ആളുകൾക്ക് മാനസികമായ സ്ട്രെസ്സ് സഹിക്കാൻ പറ്റാത്ത വ്യത്യസ്ത രൂപത്തിലുള്ള അസുഖങ്ങൾ ആളുകൾ പിടികൂടാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലുകളിൽ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്പെഷ്യൽ ചികിത്സാ സഹായങ്ങളുമൊക്കെ ഹോസ്പിറ്റലുകൾ നൽകിക്കൊണ്ടിരിക്കുക. കാരണം അത് ആളുകൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. രാഷ്ട്രീയപരമായി നോക്കുമ്പോഴും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ നമ്മൾ ഉയർന്നിട്ടും സ്വാഭാവികമായിട്ടും കൂടുതൽ സംതൃപ്തകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ സാധിക്കണില്ല. വളരെ മനസ്സ് പ്രയാസം അനുഭവിച്ചുകൊണ്ട് അസംതൃപ്തമായ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം 2420 ഹദീസായി രേഖപ്പെടുത്തിയ, അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രശ്നത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ മുമ്പേ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് മനസ്സുഖം, സന്തുഷ്ട ജീവിതം, ഹാപ്പിനെസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലൈസൽ ഗിന അൻ കസറത്തിൽ അർദ്. ലൈസൽ ഗിന, ഐശ്വര്യം എന്ന് പറയുന്നത്, ഐശ്വര്യം എന്നത് അല്ല, അൻ കസറത്തിൽ അർദ്, വിഭവങ്ങളുടെ സമൃദ്ധിയിലല്ല ഐശ്വര്യമുള്ളത്. ധനം ഉണ്ടാവുക, പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാവുക, നമ്മളീ പറഞ്ഞ പോലെ വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതാണ് നമ്മളൊക്കെ ഐശ്വര്യമായിട്ടും
നല്ല സുഭിക്ഷമായ ജീവിതമായിട്ടും വലിയ ഹാപ്പിനെസ് ഓഫ് ലൈഫായിട്ടൊക്കെ നമ്മൾ കാണുന്നത് എന്താ? ഇങ്ങനെ വലിയ സൗകര്യങ്ങൾ ഉണ്ടാവുക, മനുഷ്യനിങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുക, ധനം ഉണ്ടാവുക, മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെയാണ് നമ്മൾ വലിയ കാര്യമായിട്ട് കാണുന്നത്. പക്ഷേ റസൂലുള്ളാഹി പറയാ ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ്, ഒരിക്കലും ഭൗതിക വിഭവത്തിൻ്റെ സമൃദ്ധിയിലല്ല ഗിന നിലകൊള്ളുന്നത്, ഐശ്വര്യം നിലകൊള്ളുന്നത്. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, എന്നാൽ ഐശ്വര്യമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. മനസ്സിൽ നമുക്ക് ഐശ്വര്യമുണ്ടാകുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് സന്തുഷ്ടമായിട്ട് തോന്നും. മനസ്സിൽ ഐശ്വര്യമില്ലെങ്കിൽ ബാക്കി എന്തുണ്ടെങ്കിലും നമ്മൾ അസംതൃപ്തരായിട്ട് മാറും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ മാനസികമായ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങൾ തേടി നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഘടകം എന്താ? ഇതാണ്, മനസ്സിന് നമുക്ക് ഐശ്വര്യമില്ല. നമുക്ക് വീടുണ്ട്, നമുക്ക് വാഹനമുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് റിസ്ക്കുണ്ട്, ബാക്കി എല്ലാ ഭൗതികമായിട്ട് നമ്മൾ ആനന്ദിക്കേണ്ട എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിന് ഐശ്വര്യമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ അസംതൃപ്തരായിട്ട് പോവുകയാണ്, അസംതൃപ്തരായിട്ട് മാറുകയാണ്. വിശുദ്ധ ഖുർആൻ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് മനുഷ്യർക്ക് നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് മനസ്സമാധാനത്തെ, സന്തുഷ്ട ജീവിതത്തെപ്പറ്റി, മനസ്സിൻ്റെ ശാന്തതയെപ്പറ്റി വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്ഹിൻ്റെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ അൻസല സഖീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, ഹുവല്ലദീ അൻസല സഖീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ സഖീനത്ത്, ശാന്തത, അൻസല, അത് ഇറക്കുന്നവൻ അവനാണ്, അള്ളാഹുവാണ്. അള്ളാഹുവാണ് മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ അൻസല. അൻസല എന്ന് പറഞ്ഞാൽ എന്താ? നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നർത്ഥം. മേലെന്ന് താഴേക്ക് ഇറങ്ങുന്നതിനെയാണ് നസല എന്ന് അറബിയിൽ പറയാം. അൻസല, അവൻ ഇറക്കി. അപ്പോൾ ആകാശത്തുനിന്ന് പ്രത്യേകമായിട്ട് ഇറങ്ങുന്നതാണ് സക്കീനത്ത് എന്ന് പറയുന്നത്, ശാന്തത എന്ന് പറയുന്നത്. ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, അവരുടെ ഈമാനിന് മേൽ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. മുഅ്മിനീങ്ങൾക്ക് ചെയ്ത, സത്യവിശ്വാസികൾക്ക് ചെയ്ത ഖൈറിനെ പറ്റി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവരുടെ ഈമാനിന് മേൽ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് സക്കീനത്ത് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറക്കി കൊടുത്തു, ശാന്തത അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഇറക്കി കൊടുത്തു. അപ്പോൾ ഇത് പടച്ചോൻ പ്രത്യേകം തരുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ചില ആളുകൾക്ക് കൊടുക്കണതാണ്. അവർക്ക് പണമുണ്ടെങ്കിൽ സമാധാനമാണ്, പണം ഇല്ലെങ്കിലും സമാധാനമാണ്. അവർക്ക് ഉപജീവന മാർഗം വിശാലമാണെങ്കിലും സമാധാനം ഉണ്ടാവും, ചുരുങ്ങിയ ഉപജീവന മാർഗത്തിലും അവർക്ക് സമാധാനം ഉണ്ടാവും, അവർക്ക് സംതൃപ്തി ഉണ്ടാവും. അവർക്ക് ദുനിയാവിൻ്റെ വിഭവങ്ങൾ എത്ര ഉണ്ടോ എന്നാലും സമാധാനം ഉണ്ടാവും. ഇനി ഒന്നുമില്ലേ എങ്കിലും അവർക്ക് സമാധാനമുണ്ട്. ഈ സക്കീനത്ത് കിട്ടണം, നമുക്ക് ഈ സക്കീനത്ത് കിട്ടണം. ഇത് അല്ലാഹു ഇറക്കി തരുന്നതാണ്. നമ്മളെല്ലാം ഇങ്ങനെ പരിശ്രമിച്ചിട്ടോ, നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടോ, നമ്മളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടൊന്നും ലഭിക്കാൻ പോണതല്ല ഈ സക്കീനത്ത്. ഇത് അല്ലാഹു പ്രത്യേകം ചില ആളുകൾക്ക് കൊടുക്കണതാണ്. അങ്ങനെ ആളുകളായി നമ്മൾ മാറിയാൽ നമുക്കും കിട്ടും. അതാർക്കും തടഞ്ഞു വെച്ചിട്ടില്ല. സക്കീനത്ത് എന്ന് പറയുന്നത്, ശാന്തത എന്ന് പറയുന്നത്, ഖുലൂബിൻ്റെ ഹൃദയങ്ങളുടെ ശാന്തത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും തടഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ അതിന് കിട്ടാനുള്ള ചില ക്വാളിറ്റി നമുക്കുണ്ടാവണം. ആ സക്കീനത്ത് നമുക്ക് ലഭിക്കാനുള്ള ക്വാളിറ്റി നമുക്കുണ്ടാക്കണം. ആ ക്വാളിറ്റി നമ്മൾ സ്വായത്തമാക്കിയാൽ, സ്വാംശീകരിച്ചെടുത്താൽ, പരമാവധി ജീവിതത്തിലേക്ക് ആ ക്വാളിറ്റിയെ നമ്മൾ പരിവർത്തന വിധേയമാക്കിയാൽ എന്തുണ്ടാകും? നമുക്കും സക്കീനത്തുണ്ടാകും. അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കും, അല്ലേ? ഹുദൈബിയ സന്ധിയിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ആ സക്കീനത്ത് നമുക്കും ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കിത്തരും. നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കൽബുകളിലേക്ക് ആ ശാന്തത ഇറക്കിത്തരും. അതിന് ഒന്നാമത് വേണ്ട ക്വാളിറ്റി എന്തറിയോ? ഒന്നാമത് വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്തറിയോ? അവൻ സമ്പൂർണമായ മുവഹിദാവുക എന്നുള്ളതാണ്. ഒരു ചരിമ്പ് പോലും ശിർക്കില്ലാത്ത ജീവിതം നയിക്കുക എന്നതാണ് ഒന്നാമത്തെ അതിൻ്റെ ക്വാളിറ്റി. അതില്ലാത്തൊരുത്തന്, ശിർക്ക് ചെയ്യുന്നൊരുത്തനെ സംബന്ധിച്ച് അവനക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ, സൂറത്ത് ഹജ്ജിൻ്റെ 31-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു പറയാ, ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, നിങ്ങൾ അള്ളാഹുവിൽ നേർക്കുനേരെ ഋജുമനസ്കരായി അള്ളാഹുവിലേക്ക് ശിർക്ക് ചെയ്യാത്തവരായിക്കൊണ്ട് നിങ്ങൾ തിരിയണം. നിങ്ങളെങ്ങനെയാണ് പടച്ചവനിലേക്ക് വരേണ്ടത്, മുന്നിടേണ്ടത്? നിങ്ങൾ ശിർക്ക് ചെയ്യാത്തവരായി, ഋജുമനസ്കരായി, വക്രതയില്ലാത്ത, കുടിലതകളില്ലാത്ത മനസ്സുമായി നിങ്ങൾ അള്ളാഹുവിലേക്ക്
പിന്നെ മുശ്രിക്കല്ലാത്ത രൂപത്തിൽ നിങ്ങൾ തിരിയണം. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്വീ ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ്, അവനെ പക്ഷികൾ റാഞ്ചിയെടുത്തേക്കാം. ഔ തഹ്വീ ബിഹി റീഹു, അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് വീഴ്ത്തിയേക്കാം. ഫീ മകാനിൻ സഹീഖ്, ഏതെങ്കിലും വിദൂര സ്ഥലങ്ങളിലേക്ക് കാറ്റ് അവനെ കൊണ്ട് തള്ളിയേക്കാം. അള്ളാഹുവിൻ്റെ ഉപമ നോക്കൂ. ആകാശത്തു നിന്നൊരുത്തം വീഴാണ്. ആകാശത്തു നിന്നൊരുത്തം വീഴ. ആ വീണവനെ പോലെയാണ് ആര്? ശിർക്ക് ചെയ്തവൻ. ആകാശത്തു നിന്നൊരുത്തം വീഴുകയും ഭൂമിയിലെത്തുന്നത് വരെ അവൻ മരിക്കാതെ അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ? എന്തായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ? നമ്മൾ തന്നെ ചെറിയൊരു വീഴ്ച വീഴുമ്പോഴേക്കും എന്തുമാത്രം ആന്തിയിട്ടുണ്ടാകും, നമ്മുടെ മനസ്സെത്ര ടെൻഷനായിട്ടുണ്ടാകും, എത്ര അരക്ഷിതമായ മാനസികാവസ്ഥ നമ്മൾ താണ്ടിയിട്ടുണ്ടാകും. എങ്കിൽ ആകാശത്ത് നിന്ന് ഒരുത്തൻ വീഴുക, ഭൂമിയിലേക്ക് എത്തുന്നത് വരെ അവൻ ജീവനോടെ നിലക്കുക. നമുക്കറിയാം, ഒരുത്തൻ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണാൽ താഴേക്ക് പതിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചു. രണ്ട് രൂപത്തിലാണ് മരിക്കുക. ഒന്നില്ലെങ്കിൽ ഓക്സിജൻ്റെ അഭാവം കൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെൻഷൻ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ മറ്റോ രൂപത്തിൽ അയാൾ മരിച്ചു പോകും. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു മനുഷ്യങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധി ആയിരിക്കും. അവൻ്റെ മനസ്സ് കലുഷിതമായിരിക്കും, മനസ്സ് വലിയ പ്രയാസത്തിലായിരിക്കും. അല്ല പറയാം, ഇങ്ങനെ ആയിരിക്കും അല്ല ആരെ ശിക്ഷിക്കുക? ശിർക്ക് ചെയ്യുന്നവരെ ശിക്ഷിക്കുക. അവനെ പക്ഷികൾ റാഞ്ചിയെടുക്കുന്ന അവസ്ഥ അള്ളാഹു അവന് കൊടുക്കും. ഇനി മാത്രമല്ല, അവന് ഒരു വെളിച്ചം, ഒരു വിഷയത്തിൽ അവനുള്ള വെളിച്ചം കൊടുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ പല പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ പോലും അറിയാത്ത ചില പരിഹാരങ്ങൾ, നമ്മൾ പോലും അറിയാത്ത ചില വെളിച്ചങ്ങൾ ജീവിതത്തിലേക്ക് വരും. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതൊന്നായിരിക്കില്ല. നമ്മളുടെ കണക്കൂട്ടലോ ഐഡിയകളോ മുൻധാരണകളോ ഒന്നും അനുസരിച്ചാവില്ല. എങ്ങനെയൊക്കെയോ നമ്മുടെ പ്രശ്നങ്ങൾ അഴിഞ്ഞു പോകുന്ന സൊല്യൂഷൻസ്, പ്രകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്മൾ അറിയാണ്ട് തന്നെ പറിച്ചു കൊണ്ടുവരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്തറിയോ? അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹുവാണ് വലിയുല്ലദീന ആമനു, ഈമാനുള്ളവരുടെ, വിശ്വാസികളുടെ വലിയ, വിശ്വാസികളുടെ രക്ഷകൻ എന്ന് പറയുന്നത്, സഹായി എന്ന് പറയുന്നത്, വലിയ എന്ന് പറയുന്നത്, മിത്രം എന്ന് പറയുന്നത് ആരാ? അല്ലാഹുവാണ്. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു അവരെ എന്ത് ചെയ്യുന്നു? അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അല്ല നടത്തുന്നു. എല്ലാ പ്രശ്നങ്ങളിലും വെളിച്ചമുണ്ടാവും അവർക്ക്. എല്ലാ കുടുസതകളും ഇരുട്ടിൽ നിന്നും അവർ വെളിച്ചത്തിലേക്ക് നയിക്കും. വല്ലദീന കഫറു ഔലിയാഹുമുത് ത്വാഗൂത്ത്. എന്നാൽ അവിശ്വസിച്ചവരുടെ, കുഫ്ർ കൊണ്ട് നടക്കുന്നവരുടെ ഔലിയാ എന്ന് പറഞ്ഞാൽ ആരാണ്? അത്താഗൂത്ത്. പടച്ചവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളും അവരുടെ ഔലിയാക്കന്മാരാണ്. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്ത്. അവരാണെങ്കിലോ വെളിച്ചത്തിൽ നിന്ന് ഈ ആളുകളെ, അള്ളാഹുവിന് പുറമെ ആരെയെങ്കിലും ആരാധനയ്ക്ക് സ്വീകരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരെ എന്ത് ചെയ്യുന്നു? ഇരുട്ടിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ മനുഷ്യനൊരു സമാധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കില്ല. ഇനി വിശുദ്ധ ഖുർആൻ മറ്റൊരു ഉപമ പറഞ്ഞത് എന്താ? വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൻ്റെ 71-ാമത്തെ ആയത്ത് നമ്മൾ നോക്കിയാൽ അവിടെ അല്ലാഹ് പറയാ, ഖുൽ, പ്രവാചകരെ പറയൂ, അനദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉന വലാ യദുറുന. ഞങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത പടച്ചവന് പുറമെയുള്ള ആളുകളെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരോട് ഞങ്ങൾ സഹായം തേടുകയോ, വനുറദ്ദു അലാ അഖാബിന, ഞങ്ങളുടെ മടമ്പുകാലുകളിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുകയോ, ബഅദ ഇദ് ഹദൈനല്ലാഹ്, അല്ലാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് ശേഷം, അല്ലാഹ് ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യാനോ ഉപകാരം ചെയ്യാനോ പറ്റാത്ത പടച്ചവന് പുറമെയുള്ള മറ്റുള്ള ആളുകളെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണോ? അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണോ? കല്ലദീ ഇസ്തഹ്വതുഹു ശയാത്തീനു ഫിൽ അർളി ഹൈറാന. ശൈത്താൻമാർ വഴി തെറ്റിച്ച് പരിഭ്രമചിത്തരായി അലയുന്ന ആളുകളെപ്പോലെ. അപ്പോൾ പടച്ചവന് പുറമെ ഒരു പ്രയാസം പറയാൻ, ഒരു സങ്കടം പറയാൻ, ഒരു ആവലാതി പറയാൻ, നമ്മുടെ ഒരു ആവശ്യം പറയാൻ ഒരാളെ നമ്മൾ സമീപിച്ചാൽ, ഒരു ഇലാഹിനെ നമ്മൾ ഉണ്ടാക്കിയാൽ, ഒരു വലിയ നമുക്കുണ്ടായാൽ, പടച്ചവന് പുറമെ എൻ്റെ ദുഃഖം പറയുന്നൊരു വലിയ, അള്ളാഹുവിന് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് സമർപ്പിക്കാൻ എനിക്ക് ഒരു ഔലിയാക്കന്മാർ,
അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താ? ശൈത്താന്മാർ വഴി തെറ്റിച്ച് അവരെന്ത് ചെയ്യുക? അവരിങ്ങനെ പിന്നെ വഴിയെ തെറ്റിച്ച് അലയുന്ന പരിഭ്രമചിത്തന്മാരായിട്ടുള്ള പേടിച്ച് ബോധം നഷ്ടപ്പെട്ടു പോയ മാനസികാവസ്ഥയുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ അവസ്ഥ ഞങ്ങൾ പ്രാപിക്കാനാണോ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് എന്ന് മുശ്രിക്കുകളോട് മറുപടി പറയാൻ വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണിത്. അവർക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു സ്വസ്ഥത അല്ലാഹു കൊടുക്കൂല. എപ്പോഴും പരിഭ്രമചിത്തരായിരിക്കും, അവരെപ്പോഴും അസ്വസ്ഥരായിരിക്കും, അവർക്ക് നേർക്കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കൂല. ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവോ? അതും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഹു ദഅവത്തുൽ ഹഖ്, ശരിയായ ന്യായമായ ഹക്കായ പ്രാർത്ഥന അല്ലാഹുവിനാണ്. വല്ലദീന യദ്ഉന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഅ, പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊന്നും ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഉത്തരം ചെയ്തു തരാൻ പോകുന്നില്ല. ഇല്ല കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹ്, തൻ്റെ വായിലേക്ക് വെള്ളമെത്തുന്നതിന് വേണ്ടി ദാഹാർച്ചനായ ഒരു മനുഷ്യൻ അവനിങ്ങനെ വെള്ളത്തിലേക്ക് രണ്ട് കൈകളും നീട്ടി, കബാസിറ്റി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ നീട്ടി വെച്ചിരുന്നാൽ അവൻ്റെ വായിലേക്ക് വെള്ളത്തോ? വമാഹു വബിബാലി, ഇല്ല, അവൻ്റെ വായിലേക്ക് ആ വെള്ളമെത്തില്ല. അതുപോലെ ദാഹാർത്തനാണ്, ദാഹിച്ചവശനാണ്, അവന് വെള്ളം വേണം, പക്ഷെ വെള്ളം അവൻ കോരി കുടിക്കുന്നില്ല. ആ വെള്ളത്തിന് നേരെ അവനിങ്ങനെ കൈ നീട്ടിയിരിക്കുക. ഇങ്ങനെ സ്വന്തം കാര്യം നടക്കാത്ത വിധത്തിൽ ഇരിക്കുന്നവനാണ് ആര്? പടച്ചോന് പുറമെ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, തീർച്ചയായിട്ടും സത്യനിഷേധികളുടെ പ്രാർത്ഥന അത് വ്യഥാവിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാം. അപ്പോൾ ശിർക്കില്ലാതിരിക്കാം, ഒന്നാമത്തെ കാര്യം അതാണ്. ഒരു നിലക്ക് നമ്മൾ ഈ ശിർക്കില്ലാതിരിക്കാം. അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാതിരിക്കുക, അള്ളാഹു അല്ലാത്ത ഒരാളോടും അദൃശ്യമാർഗത്തിൽ സഹായം ചോദിക്കാതിരിക്കുക, ഗൈബിയായ മാർഗത്തിൽ സഹായം ചോദിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ എന്താ പ്രാർത്ഥന? തർക്കമാണ്. എന്താണ് പ്രാർത്ഥന? തർക്കമാണ്. മഴ കിട്ടുന്നതിന് വേണ്ടി നമ്മളെ ഈ കേരളത്തിൽ പോലും മഴ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ മഴ ഇല്ലാണ്ട് വലിയ പ്രയാസപ്പെട്ടു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അങ്ങനെ മഴ ഇല്ലാത്ത രൂക്ഷമായപ്പോൾ കുറേ ആളുകൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു മഴ വേണം. പക്ഷേ കേരളത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ആളുകളുണ്ട്, സഹായം തേടിയ ആളുകളുണ്ട്. മഴ കിട്ടാൻ വേണ്ടി മഴ പെയ്പ്പിക്കുന്ന മലക്കുകളെ വിളിച്ച് സഹായം തേടിയവരുണ്ട്, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മജ്ലിസ് ഒരുക്കിയവരുണ്ട്. അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരോട് മഴയ്ക്ക് വേണ്ടി സഹായം തേടുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ചെയ്ത പണി എന്താ? അവരൊക്കെ ചെയ്ത പണി അദൃശ്യമായ മാർഗത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ അല്ലാത്ത ഒരാൾ അവർ സമീപിച്ചു. അതൊരു വ്യക്തിയാവാം, അതൊരു വ്യക്തിയാകാം, അത് ഔലിയാക്കന്മാരാകാം, അത് മലക്കുകളാകാം, അത് മറ്റെന്തെങ്കിലും പടപ്പുകളാകാം, ഏതായാലും ശരി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അത്തരം ആളുകൾക്ക് അള്ളാഹു സമാധാനം, സക്കീനത്ത് അല്ലാഹ് ഇറക്കി കൊടുക്കൂല. അപ്പോൾ സക്കീനത്ത് കിട്ടണമെങ്കിൽ വിശ്വാസിക്ക് ആദ്യം ഉണ്ടാവേണ്ട അവൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദൃശ്യമായ മാർഗത്തിൽ, ഗൈബിയായ മാർഗത്തിൽ അവൻ്റെ ഒരു ആവലാതിയും ഒരു പ്രയാസവും ഒരു പ്രതീക്ഷയും ഒരു പ്രാർത്ഥനയും ഒരു സഹായത്തേട്ടവും അല്ലാത്തവരിലേക്ക് പോകൂല എന്ന് ഉറപ്പിക്കണം. അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ അയക്കില്ല എന്ന ഒരു മനസ്സിൻ്റെ ദൃഢത ഒരുത്തൻ സ്വീകരിക്കുമ്പോഴാണ് അവന് ആശ്വാസത്തിൻ്റെ ആദ്യത്തെ ക്വാളിറ്റി അവനുണ്ടാവുക. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഏലസ് കെട്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താ? മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. എന്താ ഇപ്പോൾ ഏലസ് എന്ന് പറഞ്ഞാൽ? ഐക്കല്ലെന്ന് പറഞ്ഞാൽ, മന്ത്രച്ചരടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് മനുഷ്യന്മാർ ഗൈബിയായ മാർഗത്തിൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മന്ത്രിച്ച് കിട്ടുന്ന ചരടുകളാണ് ഈ ഏലസുകൾ, ഐക്കല്ലുകൾ എന്നൊക്കെ പറയാം. അത് വ്യത്യസ്ത രൂപത്തിലുണ്ടാവും. തമീമത്ത് പറഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിലുണ്ടാവും. ചിലർ രോഗം മാറാൻ വേണ്ടിയിട്ടിരിക്കും, ചില ആളുകൾ കയ്യുമ്മലും കാലുമ്മലൊക്കെ കെട്ടിയിട്ടുണ്ടാവും. എന്തിനാ? രോഗം മാറാൻ വേണ്ടിയിട്ട്, ചിലർ പേടി മാറാൻ വേണ്ടിയിട്ട്, ചിലർ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട്, ചിലർ ശത്രുക്കളുടെ ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, വ്യത്യസ്ത കാരണങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മനുഷ്യനെന്താ ചെയ്യുക? തമീമത്ത് കെട്ടാണ്, ഏലസ് കെട്ടാണ്, ഐക്കല്ല് കെട്ടാണ്, മന്ത്രിച്ച് ചരടുകൾ കെട്ടാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ പറ്റി അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നെ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാ, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റജുലൻ ഫീ യദിഹി ഹൽഖത്തും മിൻ സുഫ്രിൻ, ഒരു മനുഷ്യനെ റസൂലുള്ള കണ്ടു. എങ്ങനെയുള്ള മനുഷ്യനെ? തൻ്റെ കയ്യിൽ ഒരു
മഞ്ഞ വളയം അല്ലെങ്കിൽ മഞ്ഞ ചരട് അല്ലെങ്കിൽ മഞ്ഞ വളയം എന്തോ ധരിച്ചിട്ടുള്ളൊരു മനുഷ്യനെ, മഞ്ഞ കളറിലുള്ള ഈ പറഞ്ഞ ഒരു തമീമത്ത് ധരിച്ചിട്ടുള്ള മനുഷ്യനെ ആര് കണ്ടു? റസൂലുള്ളാഹി കണ്ടു. ഫഖാൽ, റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദിഹി, എന്താ ഇത്? അല്ലാഹുവിന്റെ റസൂലിക്ക് എന്താ ഇത്? ഖാൽ, ആ മനുഷ്യൻ പറഞ്ഞു, മിനൽ വാഹിന, ഇത് പേടി, ദുർബലതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടിയിട്ടുള്ളതാണ്. അയാൾക്ക് പിന്നെ ആരോഗ്യക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ മാനസികമായ ആരോഗ്യക്കുറവുണ്ടാകാം. ആ ആരോഗ്യക്കുറവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കിട്ടിയിട്ടുള്ളതാണ്. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഇൻസിഅഹാ, നീ ഇത് അഴിച്ച് അറുത്ത് കളയുക. ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹനൻ, ഇത് നിനക്ക് പേടി അധികരിപ്പിക്കുകയല്ലാതെ, നിന്റെ പ്രയാസം, നിന്റെ ദുർബലത അധികരിപ്പിക്കുകയല്ലാതെ നിനക്കിതുകൊണ്ട് യാതൊരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഫഇന്നക ലൗ മുത്ത വഹിയ അലൈക മാ അഫ്ലഹ്ത അബദൻ, ഇത് കെട്ടിയിട്ടാണ് നീ മരിച്ചതെങ്കിൽ ഒരിക്കലും നീ വിജയിക്കാൻ പോകുന്നില്ല. എന്താ പ്രശ്നം? ഗൈബിയായ മാർഗത്തിൽ, ആലമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവജാലങ്ങളോട് നമ്മൾ എന്ത് തേടിയാലും, അവിടുത്തെ ഹൽക്കിനോട്, സൃഷ്ടിനോട് നമ്മൾ എന്ത് തേടിയാലും അതിനാണ് ദുആ എന്ന് പറയാം. ആലമുൽ ഗൈബിലുള്ള ഒരു സൃഷ്ടിനോട് നമ്മൾ സഹായം തേടിയാൽ അതിന് ഗൈബിയായ മാർഗത്തിലുള്ള ഒരു സഹായത്തേട്ടത്തിൻ്റെ ഒരു ഉദാഹരണം. ഇനി അവിടെ നമ്മൾ മലക്കിനെ വിളിച്ച് തേടിയാലോ? മലക്ക് എവിടെയുള്ള ആളാ? മലക്ക് എവിടെയുള്ള ആളാ? ആലമു ഷഹാദാണോ ആലമുൽ ഗൈബാണോ? ആലമുൽ ഗൈബ്. മലക്കിനോട് ഞാനൊരു സഹായം തേടിയില്ല. ഇപ്പോൾ ഈ മജ്ലിസിൽ മലക്കുണ്ടല്ലോ, അല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹിയാണ് പറഞ്ഞത്. എന്തെന്നാ പറഞ്ഞത്? അള്ളാനെ ദിക്ർ ചെയ്യുന്ന ഇൽമിൻ്റെ മജ്ലിസിൽ, അല്ലേ, അറിവിൻ്റെ മജ്ലിസിൽ, ദീനിയായ വിജ്ഞാനം പകരുന്ന മജ്ലിസിൽ ആരുണ്ട്? മലക്കുകളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ മലക്കുണ്ടാവും, റഹ്മത്തിൻ്റെ മലക്കുണ്ടാവും. നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ പറയണൊക്കെ അവർ കേൾക്കണുണ്ടാവും, അല്ലേ? കേൾക്കൂലേ? നമ്മൾ അവരോട് സഹായം തേടിയാലോ? എന്തായാലും കേൾക്കുന്നുണ്ട്, നമ്മളെ ചുറ്റി പരിധിയിൽ തന്നെ ഉണ്ട്, നമ്മൾ മജ്ലിസിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവരോടൊരു സഹായം തേടിയാലോ? ആ സഹായം എവിടേക്കുള്ള തേട്ടായി? ആലമുൽ ഗൈബിലുള്ള സൃഷ്ടിനോടുള്ള തേട്ടായി. എൻ്റെ എഴുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? എൻ്റെ പിന്നെ ഇടതും വലതും ആരിയ്ക്കുന്നുണ്ട്? രണ്ട് മലക്കിരുന്ന് എഴുതുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ പറയണൊക്കെ എഴുതുന്നുണ്ട് മലക്ക്. ആ മലക്കിനെ വിളിച്ചിട്ട് എനിക്കൊരു സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞാൽ ആ മലക്ക് എഴുതും, ഇവൻ എന്നെ വിളിച്ചിട്ട് സഹായം ചോദിച്ചു എന്ന് എഴുതി വെക്കും. എന്നല്ലാതെ ആ സഹായത്തിന് ഉത്തരം ചെയ്യുമോ മലക്ക്? ചെയ്യില്ല. കാരണം എന്താ? ആലമുൽ ഗൈബിലുള്ള ഒരു സൃഷ്ടിനോട് നമ്മൾ സഹായം തേടിയാൽ സംശയിക്കണ്ട, അതിന് എന്ത് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല, ശിർക്കാണ്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മജ്ലിസിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ചോദ്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആലമുൽ ഗൈബിലുള്ള സൃഷ്ടിയാണ്. അതിനോട് തേടാന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. ആലമുൽ ഗൈബിലുള്ള സൃഷ്ടികളോട് തേടുന്നത് ശിർക്കാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ ഗൈബിയായ മാർഗത്തിൽ രക്ഷ പ്രതീക്ഷിക്കാത്ത. ഇപ്പം തമീമത്തിനോട് ഒരു നൂല് കെട്ടുമ്പോൾ എൻ്റെ പേടി എങ്ങനെ മാറുക? ഒരു നൂല് ഞാൻ കെട്ടിയ എൻ്റെ പേടി എങ്ങനെ മാറുക? വിശദീകരിക്കാൻ പറ്റില്ല. ഞാനൊരു പിന്നെ പെനഡോൾ കഴിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോള കഴിച്ചു പനിക്ക്. എങ്ങനെ അത് മാറുന്നത്? ആ മെഡിസിനിൽ പനി ഉണ്ടാക്കുന്ന പ്രശ്നത്തെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമുള്ള വസ്തുക്കൾ അതിലുണ്ട്, കണ്ടൻ്റ് അതിലുണ്ട്. ആ കണ്ടൻ്റ് അകത്തെത്തുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനം ശരീരം ആരംഭിക്കും. ഈ കണ്ടൻറ്റിൻ്റെ സഹായത്തോടെ ആരംഭിക്കും. എന്നിട്ടോ എൻ്റെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുള്ള രോഗാണുക്കളേതോ അതുമായിട്ട് ഒരു ആൻറ്റിബോഡി ശരീരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ അത് പിന്നെ അതിനുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കും, ശരീരത്തെ അതിന് വേണ്ടിയിട്ട് സജ്ജാക്കും. അങ്ങനെ ഒരു ആൻറ്റിബോഡി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ രോഗാണുക്കളെ ആ ആൻറ്റിബോഡി ചെറുത്ത് തോൽപ്പിക്കും. അങ്ങനെ എൻ്റെ പനി മാറും. എനിക്ക് വിശദീകരിക്കാൻ പറ്റും, അല്ലേ? എനിക്കറിയില്ലെങ്കിൽ തന്നെ ഒരു ഡോക്ടറോട് ചോദിച്ചാൽ മതി, നിങ്ങൾ, അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞില്ല. ഇതറിയുന്ന സയൻസ് പഠിച്ച ഒരാളോട് ചോദിച്ചാൽ മതി, എങ്ങനെയാണ് ഇന്ന മെഡിസിൻ എങ്ങനെ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കും, അയാൾക്ക് അറിയാൻ പറ്റും. അതിലെന്തൊക്കെ കണ്ടൻ്റ് ഉണ്ട്, ആ കണ്ടൻറ്റ് എവിടേക്കൊക്കെ എത്തിയാൽ എങ്ങനെയൊക്കെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും, അപ്പോൾ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ത്, ഹോർമോണുകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ അവർക്ക് വിശദീകരിക്കാൻ പറ്റും. നന്നായി സയൻസ് ആ വിഷയത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് വിശദീകരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആലോചിക്കും, ഞാനൊരു ഐക്കല്ല് കെട്ടിയാൽ, ഒരു ഏലസ് കെട്ടിയാൽ ഇതെങ്ങനെ എൻ്റെ രോഗം മാറ്റുന്നത്? ലോകത്തൊരു ഡോക്ടർക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ലോകത്താർക്കെങ്കിലും വിശദീകരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ അസുഖം മാറുന്നു എന്ന് പഞ്ചേന്ദ്രിയം കൊണ്ട് എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഹിസ്റ്ററിയായിട്ട് എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. പഞ്ചേന്ദ്രിയം കൊണ്ട് എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് ഗൈബിയായ മാർഗ്ഗമാണ്.
അതും ഗൈബിയായ മാർഗ്ഗമാണ്. പിന്നെ എങ്ങനെയാണ് നിന്നെ ഈ രോഗം, ഈ ചരട് മാറ്റുന്നത്? എങ്ങനെയോ മാറ്റും. ഇതാണ് വിശ്വാസം. എങ്ങനെയോ മാറ്റും. അങ്ങനെ മാറ്റുമെന്ന് വിശ്വസിച്ച ഒരാൾ, അയാളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അങ്ങനെ തൻ്റെ ഭയത്തെ, ദുർബലതയെ ഈ മഞ്ഞ ചരട് അല്ലെങ്കിൽ മഞ്ഞ വളയം, മഞ്ഞ ഏലസ് അത് മാറ്റും എന്ന് വിചാരിച്ച ആളോടാണ് റസൂൽ പറഞ്ഞത്, ഫഇന്നഹാ ലാ തസീദുക, നിശ്ചയമായിട്ടും അത്. ഹ എന്ന് പറഞ്ഞാൽ എവിടുക്കാ മടങ്ങുക? പിന്നെ ഹൽഖത്തും മിൻ സുഫ്രിൻ. ഏതാ ഹ? ഫഇന്നഹാ, നിശ്ചയമായിട്ടും അത്. എന്താ? മഞ്ഞ പിന്നെ ചരട്, നീ കെട്ടിയിട്ടുള്ള മഞ്ഞ രക്ഷാകവചം. അത് എന്ത് ചെയ്യും? ലാ തസീദുക, നിനക്ക് അധികരിപ്പിക്കില്ല. ഇല്ല വഹനൻ, ദുർബലതയല്ലാതെ. ദുർബലത മാറാനല്ലേ നീ കെട്ടിയത്? ദുർബലത നിനക്ക് കൂട്ടിത്തരും അത്. എന്ന് മാത്രമല്ല, ഫഇന്നക ലൗ മുത്ത വഹിയ അലൈക മാ അഫ്ലഹത അബദ, അത് കെട്ടിയിട്ടാണ് നീ മരിച്ചതെങ്കിൽ ഒരിക്കലും നീ എന്ത് ചെയ്യാൻ പോകുന്നില്ല? രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന അൻ ഉഖ്ബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബല ഇലൈഹി റഹ്തുൻ. റഹത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ 10 കുറയാത്ത 10 പേരുള്ള സംഘത്തിനാണ് റഹത്ത് എന്ന് പറയാം. വ്യത്യസ്ത അഭിപ്രായമുണ്ട്. 3 മുതൽ 7 വരെയാണെന്ന അഭിപ്രായമുണ്ട്. അത്ര ആ സംഘത്തിനാണ് റഹത്ത് എന്ന് പറയാവുന്ന അഭിപ്രായമുണ്ട്. അല്ല, 10 ആളുള്ള സംഘത്താണ് റഹത്ത് എന്ന് പറയാം. ഇവിടെ ഏതായാലും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ? അഖ്ബല ഇലൈഹി റഹത്തുൻ. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരു 10 അംഗ സംഘം വന്നു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരു 10 അംഗ സംഘം വന്നു. ഫബായഅഹ 9. ആ റസൂലുള്ള എന്ത് ചെയ്തു? അതിലെ 9 ആളുകളിൽ നിന്നും ബൈഅത്ത് വാങ്ങി. 10 ആൾക്കാർ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു, ഒരു സംഘം വന്നു ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റസൂലുള്ളാഹിക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട്, റസൂലുള്ളാഹിനെ ദൈവദൂതനായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ ഇത്തിബാ ചെയ്യുകയും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബൈഅത്ത് ചെയ്യാൻ, പ്രതിജ്ഞ ചെയ്യാൻ, അനുസരണ പ്രതിജ്ഞ. ബൈഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണ പ്രതിജ്ഞ എന്ന് അതിൻ്റെ അർത്ഥം. അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഒരു 10 പേര് വന്നു. ഫബായഅ 9. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആളുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചു, അനുസരണ പ്രതിജ്ഞ സ്വീകരിച്ചു. വ അംസക അൻ വാഹിദിൻ, ഒരാളിൽ നിന്ന് റസൂലുള്ള മാറി. ഒരാളിൽ നിന്ന് റസൂലുള്ള മാറി. ഫഖാലു, അപ്പോൾ അവർ ചോദിക്കുക, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ബായഅത 9, താങ്കൾ 9 ആളുകളുടെ ബൈഅത്ത് സ്വീകരിച്ചല്ലോ. വ അംസക്ത അൻ ഹാദാ, പിന്നെ ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുനിന്നത് എന്ത്? ഒരാളിൽ നിന്ന് മാത്രം എന്താ വിട്ടുനിന്നത്? ഖാൽ, റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്ന അലൈഹി തമീമത്തൻ, അവൻ്റെ കയ്യിൽ ഞാനൊരു തമീമത്ത് കണ്ടു, ഏലസ് കണ്ടു. അവൻ്റെ കയ്യിൽ ഞാനൊരു ചരട് കണ്ടു. അവൻ്റെ കയ്യിൽ ഞാനൊരു ഐക്കല്ല് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന അലൈഹി തമീമത്തൻ, അവൻ്റെ കയ്യിൽ ഒരു ചരട് കണ്ടു. അതുകൊണ്ട് അവൻ്റെ നിന്ന് റസൂലുള്ള ബൈഅത്ത് സ്വീകരിച്ചില്ല. ഫഅദ്ഖല യദഹു ഫഖതഅഹ, അദ്ദേഹം എന്ത് ചെയ്തു? ആ ചരട് കൈ ഇട്ട് അത് പൊട്ടിച്ച് കളഞ്ഞു. ഫബായഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അയാളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിക്കാൻ 10 ആൾ വന്നപ്പോഴേ, നമ്മളൊന്ന് ആലോചിക്കുക, ഇസ്ലാം സ്വീകരിക്കാൻ 10 ആൾ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആളിൽ നിന്നും ബൈഅത്ത് വാങ്ങി. 10ാമത്തെ ആൾക്ക് കൈ കൊടുത്തപ്പോൾ റസൂലുള്ള കൈ ഇങ്ങനെ വലിച്ചു. അപ്പോൾ അവർ ചോദിക്കുക, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ 10 ആൾ വന്നു, 9 ആളിൽ നിന്ന് താങ്കൾ ബൈഅത്ത് സ്വീകരിച്ചല്ലോ, എന്താ അവൻ്റെ നിന്ന് സ്വീകരിക്കാഞ്ഞത്? ഇത് അവൻ്റെ കയ്യിലൊരു ചരടുണ്ട്, മന്ത്രിച്ച് കെട്ടിയൊരു ചരടുണ്ട്, ഏലസ് ഉണ്ട്. നാട്ടിൽ വ്യത്യസ്ത പേരിൽ പറയും, തമീമത്ത് എന്ന് പറഞ്ഞതൊക്കെ പെട്ടത് തന്നെ. അതുകൊണ്ട് അവനിന്ന് ഞാൻ ബൈഅത്ത് സ്വീകരിക്കൂലെന്ന്. അപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞ്, അപ്പോഴാണ് റസൂലുള്ള കൈ നീട്ടിയിട്ട് ബൈഅത്ത് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സലഫുകളുണ്ടല്ലോ, സഹാബികളും താബിയങ്ങളൊക്കെ ഇതിനെ എത്ര ഗൗരവത്തിൽ കണ്ടെന്നറിയോ? ഖാല സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ്, താബിയാണ്. സഈദ് ഇബ്നു ജുബൈർ അല്ലാഹു പറയാ, മൻ ഖതഅ തമീമതൻ അൻ ഇൻസാനിൻ, ആരെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് തമീമത്ത് എന്ന് ഞാൻ പറയുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഐക്കല്ല്, ഏലസ്, മന്ത്രിച്ച ചരട്, എന്തൊക്കെ ഉണ്ടോ അല്ലേ, കെട്ടുന്ന സാധനം ഒക്കെ കൂടെ അതിൽ പെടുത്തിക്കോ. തമീമത്ത് എന്ന് നമ്മൾ പറയുള്ളൂ അല്ലേ. ആ സാധനം ആരെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് കട്ട് ചെയ്യൽ, ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ച് എന്നർത്ഥം. മൻ ഖതഅ, ആരെങ്കിലും മുറിച്ചാൽ, തമീമത്തൻ, ഒരു തമീമത്ത്, അൻ ഇൻസാനിൻ, ഒരു മനുഷ്യനിൽ നിന്ന് ഒരു തമീമത്ത് ആരെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാന കഅദ്ലി റഖബത്തിൻ, അവന് ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാണത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്.
ഒരടിമയെ മോചിപ്പിച്ച പുണ്യത്തിന് തുല്യമാണ് ഒരു മനുഷ്യനിൽ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്തിട്ട് അവനിൽ നിന്ന് അത് കട്ട് ചെയ്യാം. ബലായിട്ട് പിടിച്ച് പൊട്ടിക്കാനല്ല കേട്ടോ. അന്ധവിശ്വാസികളൊക്കെ ചരട് കണ്ടാകുമ്പോൾ പോയിട്ട് ബലായി പിടിച്ച് പൊട്ടിക്കണമെന്നല്ല. കൺവിൻസ് ചെയ്ത് അവനിൽ നിന്ന് അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു അടിമനെ മോചിപ്പിച്ച പുണ്യമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇനിയോ ഒരു സഹാബിയിൽ നിന്ന് കാണാം. ആരാ? ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത് എന്താ? മൻ തഅല്ലക തമീമതൻ, ആരെങ്കിലും തമീമത്ത് കിട്ടിയാൽ ഫലാ അതമ്മല്ലാഹു ലഹു, അവൻ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ. വമൻ തഅല്ലക വദഅ, ആരെങ്കിലും രക്ഷാ ചരട് കിട്ടിയാൽ ഫലാ വദഅല്ലാഹു ലഹു, അവന് അല്ലാഹു ഒരു രക്ഷയും നൽകാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അത്ര ഗൗരവമാണ് ശിർക്ക്, അത്ര ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത് ഒരിക്കലും അത്തരം ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സക്കീനത്ത് കൊടുക്കൂല. അപ്പം എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല, ശാന്തമായ ജീവിതമില്ല. ഞാൻ ആദ്യം നോക്കേണ്ടത് എന്നിൽ ശിർക്കുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്നിൽ ശിർക്കുണ്ടോ? നമ്മൾ ന്യായീകരിക്കണ്ട, നമ്മളിങ്ങനെ ന്യായീകരിക്കണം. അതിലൊക്കെ എങ്ങനെ ശിർക്ക് വരാ? ഒരു ചരട് കിട്ടിയാൽ എങ്ങനെ ശിർക്ക് വരാ? ആരാ പറഞ്ഞത്? പിന്നെ ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നത്? അൻ ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുക. സഹാബിയാണ്, നബിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബി. നബി പിന്നെ മുനാഫിക്കുകളെ പറ്റിയിട്ട് ഒറ്റാൾക്കേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അല്ലേ സഹാബികളിൽ? അറിയോ ആ സംഭവം അറിയോ? നബിക്കെല്ലാം മുനാഫിക്കിനെ അറിയായിരുന്നല്ലോ. മദീനത്ത് നബി ചെന്നപ്പോൾ മുനാഫിക്കുകൾ ഉണ്ടായല്ലോ. മുനാഫിക്ക് എന്താണെന്നറിയോ? അറിയില്ലേ? ആരാ മുനാഫിക്ക്? മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? കപട വിശ്വാസികൾ. പറയാൻ എന്താ ബുദ്ധിമുട്ട്? മുനാഫിക്കിലൊന്നും പെട്ടെന്നല്ലല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുന്നല്ലേ. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ മദീനത്തെ അവിശ്വാസികളാണ് ശരിക്ക്. ഇസ്ലാം അവിടെ പോയി, ഇസ്ലാം ജയിച്ചു, ഇസ്ലാം അവിടെ ഭരിച്ചു വന്നപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നുണ പറഞ്ഞിട്ട് നബിൻ്റെ ഒപ്പം കൂടിയ ആൾക്കാരാണ് ആര്? മുനാഫിക്കുകൾ. എന്നിട്ട് അവരെ പണി എന്താ? അവരും ഈ സൊസൈറ്റിയുടെ ആളായിട്ട് വരും, എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ സൊസൈറ്റിക്കെതിരെ, മുസ്ലിം സൊസൈറ്റിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കപട വിശ്വാസികൾ ഇവരാണ് മുനാഫിക്കുകൾ. ആ മുനാഫിക്കുകളെ നബിക്കറിയായിരുന്നു. നബിയുടെ മജ്ലിസിൽ അവർ വന്നിരിക്കുക എങ്ങനെ? മുസ്ലിം എന്ന് പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ നബിക്കറിയാം മുസ്ലിം അല്ല, മുനാഫിക്കാണെന്ന് ആർക്കറിയാം? റസൂലുള്ളാഹിക്കറിയാം. പക്ഷെ ഒറ്റ സഹാബിക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല നബി. എന്താ അറിയോ പറഞ്ഞു കൊടുക്കാഞ്ഞ്? നബി പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാരണം അത് ശരിയല്ല. ഒരാൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമായിട്ട് നമ്മൾ ഒരാൾ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ട് അയാളെ കണക്കാക്കുക, അംഗീകരിക്കുക. അല്ലാണ്ട് അയാൾ മുനാഫിക്കാണോ, അയാൾ ശരിയായ പിന്നെ സൂക്ഷ്മതയിലാണ്, ഇതൊന്നും നമ്മൾ നോക്കാൻ നടക്കണ്ട. ഇത് ഇങ്ങനെ നബിയൊക്കെ മുനാഫിക്കാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സഹാബികളൊക്കെ പിന്നെ അവരെ കാണുമ്പോൾ ആ രൂപത്തിലല്ലേ പെരുമാറുക. ആടാ നീ മുസ്ലിം എന്നൊക്കെ പറഞ്ഞു വരും, ഞങ്ങൾക്കറിയാടാ, ആ രൂപത്തിലല്ലേ പെരുമാറുക. അതുകൊണ്ട് നബി ഒരൊറ്റ സഹാബിക്കും പറഞ്ഞു കൊടുത്തില്ല, ഒരു സഹാബിക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ. അതിന് വ്യത്യസ്ത കാരണം പണ്ഡിതന്മാർ പറഞ്ഞു. നബിക്ക് ശേഷം ധാരാളം ജീവിച്ചിരിക്കുന്ന ഒരു സഹാബിയാണ്, നബിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സഹാബി. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രമാണ് ആര് പറഞ്ഞെടുത്തിട്ടുള്ളൂ? റസൂലുള്ളാഹി പറഞ്ഞെടുത്തിട്ടുള്ളൂ. ഹുദൈഫ റളിയല്ലാഹു അൻഹു മയ്യത്ത് പിന്നെ മദീനത്ത് ആരെങ്കിലും മുസ്ലിങ്ങളെ കൂട്ടത്തിൽ മരിച്ച ഹുദൈഫ റളിയല്ലാഹു അൻഹു മയ്യത്ത് സ്കരിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കുന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഒളിഞ്ഞു നോക്കുന്ന, ഇങ്ങനെ ഇടങ്കണ്ണിട്ട് നോക്കും. ഹുദൈഫ സ്കരിക്കുന്നുണ്ടോ? ഹുദൈഫ സ്കരിക്കണില്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാവും വന്നതാരാ, മയ്യത്ത് കൊണ്ടുവന്നതാരാ, മുനാഫിക്കിൻ്റെ ആണ് എന്ന് മനസ്സിലാവും അല്ലേ? അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നാണ്, ഹുദൈഫ നബി മുനാഫിക്കുകളെ പേര് പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പേരെങ്ങാനുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചെന്നാ അല്ലേ? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹ് അതെങ്ങനെ താങ്കളെ പേരുണ്ടാവും എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോൾ ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്താ? ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നഹു റഹാ റജുലൻ, അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടു. ഫീ യദിഹി, അയാളുടെ കയ്യിലുണ്ട് ഖൈത്തും മിനൽ ഹുമ്മ. എന്താ ഖൈത്ത് എന്ന് പറഞ്ഞാൽ ചരട്, ഒരു നൂലുണ്ട്. മിനൽ ഹുമ്മ എന്ന് വെച്ചാൽ പനിയാണ്. പനി മാറാൻ വേണ്ടി കെട്ടിയൊരു നൂല് കണ്ട്. ഒരാൾ പനിച്ചപ്പോൾ മന്ത്രിച്ച് കെട്ടിയൊരു നൂലാണ്. ഇത് കണ്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, അദ്ദേഹം അത് മുറിച്ച് കളഞ്ഞു, പൊട്ടിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു എന്താ? വചലാ ഖൗലഹു, എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്തോതി. ആയത്തേതാ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്തു യൂസുഫിലെ
106-ാമത്തെ ആയത്ത വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, നിങ്ങളിൽ അധിക പേരും മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ആയത്ത് ഓതിയത് ചിലർ കിട്ടിയാണ് നോക്കിയിട്ട് ഓതിയത് എന്താ, നിങ്ങളിൽ അധിക പേരും മുശ്രിക്കായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് പഠിപ്പിച്ചതാരാ? റസൂലാണ്, സഹാബികളാണ്, താബീങ്ങളാണ്, തബഅത്താബീങ്ങളാണ്. ഇത് ശിർക്കാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ യോഗ്യത നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും ശിർക്ക് നമ്മുടെ ജീവിതത്തിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് വിശ്വാസത്തിൽ നിന്നുണ്ടാവും, കിട്ടണ പോലത്തെ കർമ്മത്തിൽ നിന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോൾ വിശ്വാസം നേരിച്ചു. അപ്പോൾ ഞാൻ മുഹൈദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് മരിച്ചു പോയവരെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കൂല, സഹായം തേടൂല. പക്ഷെ തേടിയാൽ അവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചാലോ? ഞാൻ തേടിയിട്ടില്ല കേട്ടോ, തേടിയിട്ടില്ല, തേടാറില്ല, തേട്ടൊക്കെ അല്ലാതെ തന്നെ. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ തേടിയാൽ സഹായിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാലോ? മുശ്രിക്കായി. തേടണമെന്നില്ല. ചില ആൾക്കാരുടെ വിചാരം അങ്ങനെയാണ്, തേടിയാൽ മാത്രമേ ശിർക്ക് വരുള്ളൂ. ഇല്ല, ഈ സാധനം എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും. ഗൈബിയായ മാർഗത്തിൽ എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഇന്നവർക്ക് പറ്റും, മലക്കുകൾക്ക് പറ്റും. ഇപ്പോൾ മലക്കുകൾക്ക് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയുള്ള മലക്കുണ്ടല്ലോ, ഞാൻ ഈ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ടല്ലോ, എന്നെക്കുറിച്ച് എഴുതുന്നുണ്ടല്ലോ, അല്ലേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇവിടെയുള്ള മലക്കുകൾ, നമ്മുടെ മജ്ലിസിലുള്ള മലക്കുകൾ, നമ്മുടെ അടുത്ത ഹാജറുള്ള മലക്കുകൾ, നമ്മളെ ശബ്ദം കേൾക്കുന്ന മലക്കുകൾ, ഈ മലക്കിനെ വിളിച്ച് ഞാൻ സഹായമൊന്നും തേടുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മലക്ക് എനിക്ക് ചെയ്തു തരും എന്ന് വിചാരിച്ചാലോ? മുശ്രിക്കായി. തേടണമെന്നില്ല. ഗൈബിയായ മാർഗത്തിൽ അല്ലാഹുവല്ലാത്ത ഒരാൾക്ക് എൻ്റെ തേട്ടം കേട്ട് എൻ്റെ ജീവിതത്തിൽ ആ ജീവിതത്തിൽ അതിന് പ്രതികരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. ആ ശിർക്കില്ലാതെ നോക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മുടെ ജീവിതത്തിൽ ശിർക്കില്ലാതെ നോക്കുക എന്നതാണ്. സമാധാനം, സക്കീനത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ക്വാളിറ്റി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി ഈ സക്കീനത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ചിലത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്, ചിലത് കുറച്ചുള്ളതാണ്, ചിലത് പൂർണ്ണമായി ഇല്ലാത്തതാണ്, ചിലതുള്ളതാണ്. അങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഉള്ളതെന്താ ചെയ്യുക? നിലനിർത്തുക. പൂർണ്ണമായിട്ടില്ലാത്ത എന്താ? സമ്പൂർണ്ണമാക്കാൻ നോക്കുക. തീരെ ഇല്ലാത്ത എന്താ? കൊണ്ടുവരാൻ നോക്കുക, അല്ലേ? അല്ലെങ്കിൽ മോശപ്പെട്ട് ജീവിതത്തിലുള്ള കാര്യങ്ങൾ എന്താ? അതിനെ നന്നാക്കാൻ നോക്കുക. ഇങ്ങനെ നമുക്ക് അള്ളാഹുമായിട്ട് അടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സമ്പൂർണ്ണരല്ല, നമ്മളാരും സമ്പൂർണ്ണരല്ല. എല്ലാവർക്കും എല്ലാ ഭാഗത്തും കുറവും കുറ്റവും പോരായ്മയും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മളെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അത്തരം വിഷയങ്ങളാണ്. നമുക്ക് അള്ളാഹുവിൽ നിന്ന് സക്കീനത്ത് കിട്ടാനുണ്ടാകണ്ട, സമാധാന ശാന്തി കിട്ടാനുണ്ടാകണ്ട, നമ്മളെ ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, നമുക്ക് സ്വസ്ഥത കിട്ടാൻ അള്ളാഹു നമുക്കൊരു ക്വാളിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ക്വാളിറ്റികൾ എന്തൊക്കെയെന്ന് നമ്മൾ പരിശോധിക്കണം. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് സക്കീനത്ത് ലഭിക്കുന്ന, സമാധാന ശാന്തി ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒന്നുഴിയാതെ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഒന്നൊഴിയാതെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ബർക്കത്തും അനുഗ്രഹങ്ങളും അള്ളാഹു സദാ നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. സമാധാനാന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.